ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ അഥവാ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സിലബസ് നോക്കാം. ആദ്യം തന്നെ കേരള ജയിൽ വകുപ്പും ഘടനയും പ്രവർത്തന രീതികളും 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവരാവകാശ നിയമം 2005 5 മാർക്ക്. അതുപോലെ തന്നെ മനഃശാസ്ത്രം സൈക്കോളജി അടിസ്ഥാന തത്വങ്ങൾ 5 മാർക്കിനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളുമാണ്. 5 മാർക്കിനാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓരോ പോയിന്റും വളരെ വിലപ്പെട്ടതാണ്, ഓരോ മാർക്കാണ് എന്ന രീതിയിൽ കാണാൻ ശ്രമിക്കുക. അപ്പം ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരള ജയിൽ വകുപ്പും ഘടനയും പ്രവർത്തന രീതികളും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. 1956 കേരള സംസ്ഥാന രൂപവൽക്കരണത്തോടെ കേരളത്തിലെ ജയിൽ വകുപ്പിൻ്റെ ചരിത്രം ആരംഭിച്ചു. അപ്പോൾ എന്താണ് 1956 കേരള സംസ്ഥാന രൂപവൽക്കരണത്തോടെ കേരളത്തിലെ ജയിൽ വകുപ്പിൻ്റെ ചരിത്രം ആരംഭിച്ചു. അപ്പം നമുക്ക് ചരിത്രത്തോടെ പഠിച്ചു പോകണം. ഈ ഒരു സിലബസിൽ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തോടെ നമുക്ക് പഠിച്ചങ്ങ് പോവാം. അതായത് ട്രാവൻകൂർ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റ് എന്നിവിടങ്ങളിലെ ജയിലുകൾ സംയോജിപ്പിച്ചാണ് ജയിൽ വകുപ്പിന് രൂപം നൽകിയത്. നമുക്കറിയാം കേരള സംസ്ഥാന രൂപവൽക്കരണം ചെയ്ത് എങ്ങനെയാണ് ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റും ഒക്കെ സംയോജിപ്പിച്ചല്ലേ സംസ്ഥാന രൂപവൽക്കരണം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ച് തന്നെ കണക്ട് ചെയ്യുക. ട്രാവൻകൂർ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റ് എന്നിവിടങ്ങളിലെ ജയിലുകൾ സംയോജിപ്പിച്ചാണ് ജയിൽ വകുപ്പിന് രൂപം നൽകിയത്. അതായത് കേരള ജയിൽ വകുപ്പിന് രൂപം നൽകിയത്. ഇനി നമുക്ക് കേരളത്തിലെ ജയിലുകളുടെ ചരിത്രം നമുക്ക് പഠിക്കാം. അതായത് 1861 നായർ ബ്രിഗേഡിൻ്റെ പഴയ ബാരക്കുകളിൽ സ്ഥാപിതമായ പ്രിൻസിപ്പൽ ജയിൽ 1873 സെൻട്രൽ ജയിലായി ഉയർത്തപ്പെട്ടു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. 1861 നായർ ബ്രിഗേഡിൻ്റെ പഴയ ബാരക്കുകളിൽ സ്ഥാപിതമായ പ്രിൻസിപ്പൽ ജയിൽ 1873 സെൻട്രൽ ജയിലായി ഉയർത്തപ്പെട്ടു. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം. 1861 നായർ ബ്രിഗേഡിൻ്റെ പഴയ ബാരക്കുകളിൽ സ്ഥാപിതമായ പ്രിൻസിപ്പൽ ജയിൽ 1873 സെൻട്രൽ ജയിലായി ഉയർത്തപ്പെട്ടു. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. നമ്മൾ ചരിത്രമാണ് പഠിക്കുന്നത് ജയിലിൻ്റെ. 1886 ഈ ജയിൽ പൂജപ്പുരയിൽ ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ നമ്മുടെ സെൻട്രൽ ജയിൽ എങ്ങനെയാണ്? അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. 1861 നായർ ബ്രിഗേഡിൻ്റെ പഴയ ബാരക്കുകളിൽ സ്ഥാപിതമായ പ്രിൻസിപ്പൽ ജയിൽ 1873 സെൻട്രൽ ജയിലായി ഉയർത്തപ്പെട്ടു. നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ ജയിലായി ഉയർത്തപ്പെട്ടു. അത് 1886 ഈ ജയിൽ പൂജപ്പുരയിൽ ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. 1886 ഈ ജയിൽ പൂജപ്പുരയിൽ ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഈ ജയിൽ അതേ വർഷം തന്നെ ദിവാൻ സർ ടി രാമറാവു വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഈ ജയിലിൽ, അതായത് 1886 സ്ഥാപിച്ച പൂജപ്പുരയിലെ ഈ സെൻട്രൽ ജയിലിൽ അതേ വർഷം തന്നെ ദിവാനായ സർ ടി രാമറാവു വ്യാവസായിക സംരംഭങ്ങൾക്ക് ആരംഭിച്ചു കേട്ടോ. വ്യാവസായിക സംരംഭങ്ങൾ ആ ജയിലിൽ ആരംഭിച്ചു. തുടർന്ന് തടവുകാരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, പഠിച്ചു വെക്കുക. 1886 ഈ ജയിൽ പൂജപ്പുരയിൽ ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഈ ജയിലിൽ അതേ വർഷം തന്നെ ദിവാനായിട്ടുള്ള സർ ടി രാമറാവു വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിച്ചു. തുടർന്ന് തടവുകാരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടു. അടുത്ത പോയിന്റ് നോക്കാം. 1862-63 ദിവാനായിട്ടുള്ള സർ ടി മാധവറാവുവിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ആരുടെ കാലത്താണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ ആദ്യത്തെ ജയിലുകളുടെ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്നൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരുടെ കാലത്താണ്? സർ ടി മാധവറാവുവിൻ്റെ കാലത്താണ്. അപ്പോൾ പഠിച്ചു വെക്കുക. 1862-63 കാലഘട്ടത്തിൽ ദിവാൻ സർ
ടി മാധവറാവുവിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. പ്രസ്തുത റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരത്ത് ഫോർട്ട്, ഒരു പ്രിൻസിപ്പൽ ജയിൽ, അതുപോലെ തന്നെ കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഡിവിഷണൽ ജയിലുകളും ഇത് കൂടാതെ തന്നെ ജില്ലാ കോടതികളോടനുബന്ധിച്ച് സബ് ജയിലുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ കണക്ട് ചെയ്തങ്ങ് പഠിച്ചോണം. അതായത് 1862-63 ദിവാനായിട്ടുള്ള സർ ടി മാധവറാവുവിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ആ ഭരണ റിപ്പോർട്ട്, അതായത് മാധവറാവുവിൻ്റെ ആ ഭരണ റിപ്പോർട്ടിൽ, ജയിലുകളുടെ ഭരണ റിപ്പോർട്ടിൽ പ്രകാരം തിരുവനന്തപുരത്ത് ഫോർട്ട് ഒരു പ്രിൻസിപ്പൽ ജയിൽ, ജയിലും കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഡിവിഷണൽ ജയിലുകളും അതുപോലെ തന്നെ ഇതുകൂടാതെ ജില്ലാ കോടതികളോടനുബന്ധിച്ച് സബ് ജയിലുകളും ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചങ്ങ് പോകണം. മാക്സിമം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടങ്ങ് പഠിച്ചു പോകണം. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പോയിന്റാണ് 1890 ഭരണാധികാരി നിരാലംബരായ തടവുകാർക്ക് ജയിലിൽ നിന്നും വിടുതൽ ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ എത്തുന്നതിനാവശ്യമായ പണം നൽകുന്നതിന് ഉത്തരവ് നൽകി കേട്ടോ. അപ്പം പഠിച്ചു വെക്കണം. 1890 ഭരണാധികാരി നിരാലംബരായ തടവുകാർക്ക് ജയിലിൽ നിന്നും വിടുതൽ ചെയ്യുമ്പോൾ, അതായത് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ വിടുതൽ ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ എത്തുന്നതിനാവശ്യമായ പണം നൽകുന്നതിന് ഉത്തരവ് നൽകി. അടുത്ത പോയിന്റ് നോക്കാം. 1890 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ ആരാണ് ഉത്തരവ് നൽകിയെന്നൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക്. ആരാണ് നൽകിയത്? ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. അപ്പോൾ 1890 ഭരണാധികാരി നിരാലംബരായ തടവുകാർക്ക് ജയിലിൽ നിന്നും വിടുതൽ ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ എത്തുന്നതിനാവശ്യമായ പണം നൽകുന്നതിന് ഉത്തരവ് നൽകി. ആ 1890 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1885 മുതൽ 1924 വരെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. 1904 സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിച്ചു കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിച്ചത് എന്നാണ് എന്ന് ചോദിക്കാം. അപ്പോൾ 1904 കേട്ടോ. പഠിച്ചു നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. 1904 സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിച്ചു. അടുത്ത നമുക്ക് നോക്കാം. തടവുകാർക്ക് വൈദ്യസഹായം നൽകുന്നതിനുള്ള ചുമതല സ്റ്റേറ്റ് ചീഫ് മെഡിക്കൽ ഓഫീസർക്കായിരുന്നു കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കുക. തടവുകാർക്ക് വൈദ്യസഹായം നൽകുന്നതിനുള്ള ചുമതല സ്റ്റേറ്റ് ചീഫ് മെഡിക്കൽ ഓഫീസർക്കായിരുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 1904 സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ അടുത്ത പോയിന്റ് എന്താണ്? തടവുകാർക്ക് വൈദ്യസഹായം നൽകുന്നതിനുള്ള ചുമതല സ്റ്റേറ്റ് ചീഫ് മെഡിക്കൽ ഓഫീസർക്കായിരുന്നു കേട്ടോ ആ ഒരു കാലഘട്ടത്തിലെ. അടുത്ത പോയിന്റ് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. കൊച്ചിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ജയിലുകൾ ആരംഭിക്കുകയും ജില്ലാ കോടതികൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ജയിലുകളുടെ നിയന്ത്രണം ജില്ലാ ജഡ്ജിമാരുടെ നിയന്ത്രണത്തിൽ ആകുകയും ചെയ്തു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. കൊച്ചിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ജയിലുകൾ ആരംഭിക്കുകയും ജില്ലാ കോടതികൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ജയിലുകളുടെ നിയന്ത്രണം, അതായത് ജയിലുകളുടെ നിയന്ത്രണം ജില്ലാ ജഡ്ജിമാരുടെ നിയന്ത്രണത്തിൽ ആകുകയും ചെയ്തു കേട്ടോ. അതുകൂടാതെ തന്നെ അടുത്ത പോയിന്റ്, എറണാകുളത്തും തൃശ്ശൂരും ഉണ്ടായിരുന്ന 2 ജയിലുകളും തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ജയിലും എറണാകുളം ജയിലിൻ്റെ ഭാഗമായി തീർന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. എറണാകുളത്തും തൃശ്ശൂരും ഉണ്ടായിരുന്ന 2 ജയിലുകളും തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ജയിലും എറണാകുളം ജയിലിൻ്റെ ഭാഗമായി തീർന്നു. 1890 എറണാകുളത്ത് ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുകയും ജയിൽ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി 1892 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ റോബിൻസനെ സൂപ്രണ്ടായി നിയമിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. 1890 എറണാകുളത്ത് ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുകയും ജയിൽ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി 1892 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ റോബിൻസനെ സൂപ്രണ്ടായി നിയമിക്കുകയും ചെയ്തു. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. 1914 ഈ ജയിൽ അതായത് എറണാകുളത്തെ ജയിലാണ്. ഈ ജയിൽ വിയൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഈ സെൻട്രൽ ജയിലിന് പുറമെ വിചാരണ തടവുകാരെയും 1 മാസത്തെ കുറഞ്ഞ ശിക്ഷയുള്ള തടവുകാരെയും പാർപ്പിക്കുന്നതിനായി 7 സബ് ജയിലുകൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചു വെക്കണം. 1914 ഈ ജയിൽ വിയൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു.
ഈ സെൻട്രൽ ജയിലിന് പുറമെ വിചാരണ തടവുകാരെയും 1 മാസത്തിൽ കുറഞ്ഞ ശിക്ഷയുള്ള തടവുകാരെയും പാർപ്പിക്കുന്നതിനായി 7 സബ് ജയിലുകൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. എല്ലാ തടവുകാരെയും തടവ് കാലയളവിൽ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ തടവുകാരെയും തടവ് കാലയളവിൽ പണ്ട് ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന തൊഴിലുകൾ ലഭ്യമായിരുന്നില്ല കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് എല്ലാ തടവുകാരെയും തടവ് കാലയളവിൽ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന തൊഴിലുകൾ ലഭ്യമായിരുന്നില്ല. അടുത്ത പോയിന്റ് നോക്കാം. തിരുവിതാംകൂർ കൊച്ചി മേഖലകളിൽ ശിക്ഷാ തടവുകാരെ ജയിലുകൾക്ക് പുറത്തു കൊണ്ടുപോയി പൊതുനിരത്തുകളിലും പൊതുസ്ഥാപനങ്ങളിലും കൊട്ടാരങ്ങളിലും വൃത്തിയാക്കുന്നതിനും അടിച്ചു വരുന്നതിനും റോഡുകൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇന്നത്തെ കാലഘട്ടമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മൾ ജയിലുകളിൽ നമ്മൾ ജയിലുകളിൽ നിങ്ങൾ ചപ്പാത്തി വിൽക്കുന്ന കേട്ടിട്ടുണ്ടോ? ഞാൻ മേടിച്ചിട്ടുണ്ട്, നിങ്ങൾ മേടിച്ചിട്ടുണ്ടായിരിക്കും. ജയിലുകളിൽ ഒരിടയ്ക്ക് ചപ്പാത്തികൾ ജയിലിലെ തടവുകാരുണ്ടാക്കിയിട്ട് ജയിൽ വകുപ്പ് വിൽക്കുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ജയിലിലെ ആൾക്കാരെ മാക്സിമം പണിയെടുപ്പിക്കുക, നമ്മൾ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക. അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരുവിതാംകൂർ കൊച്ചുമുതൽ തിരുവിതാംകൂർ കാലഘട്ടത്തിൽ എന്താണ് ചെയ്തതെന്ന് നോക്കാം നമുക്ക്. അതായത് തിരുവിതാംകൂർ കൊച്ചി മേഖലകളിൽ ശിക്ഷാ തടവുകാരെ ജയിലുകളിൽ പുറത്തു കൊണ്ടുപോയി തിരുവിതാംകൂർ കൊച്ചി മേഖല തിരുവിതാംകൂർ കാലഘട്ടത്തിൽ ജയിൽ തടവുകാരെ പുറത്തു കൊണ്ടുപോയിട്ട് പൊതുനിരത്തുകളിലും പൊതുസ്ഥാപനങ്ങളും കൊട്ടാരങ്ങൾ വൃത്തിയാക്കുന്നതിനും, അന്ന് രാജഭരണമല്ലേ, അപ്പോൾ അതുകൊണ്ട് കൊട്ടാരങ്ങൾ വൃത്തിയാക്കുന്നതിനും അടിച്ചു വരുന്നതിനും റോഡുകൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവരെ കൊട്ടാരങ്ങൾ വൃത്തിയാക്കുന്നതിനും അടിച്ചു വരുന്നതിനും അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കുന്നതിനും ഒക്കെ അവരെ ഉപയോഗിച്ചിരുന്നു, ആ തടവുകാരെ ഉപയോഗിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. എറണാകുളത്തും തൃശ്ശൂരും എറണാകുളത്തും തൃശ്ശൂരും താമസമാക്കിയ ബ്രിട്ടീഷ് ശിപ്പായികളായിരുന്നു ജയിലുകളുടെ സുരക്ഷാ ചുമതല നിർവഹിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക, എറണാകുളത്തും തൃശ്ശൂരും താമസമാക്കിയ ബ്രിട്ടീഷ് ശിപ്പായികളായിരുന്നു ജയിലുകളുടെ സുരക്ഷാ ചുമതല നിർവഹിച്ചിരുന്നത്. അടുത്ത നോക്കാം. കേരള സംസ്ഥാന പുനഃസംഘടനാ കാലത്ത് മലബാർ മേഖലയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ, കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ എന്നിവ കൂടാതെ 20 സാധാരണ സബ് ജയിലുകളും ഉണ്ടായിരുന്നു കേട്ടോ. പഠിച്ചു വെക്കണം. കേരള സംസ്ഥാന പുനഃസംഘടനാ കാലഘട്ടത്തിൽ, അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കേരള സംസ്ഥാന പുനഃസംഘടനാ കാലത്ത് മലബാർ മേഖലയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ, കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ എന്നിവ കൂടാതെ 20 സാധാരണ സബ് ജയിലുകൾ ഉണ്ടായിരുന്നു. 1861 സ്ഥാപിക്കപ്പെട്ട കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ ആണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണെന്നുള്ളത്. അപ്പോൾ പഠിച്ചു നോക്കണം, ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. അപ്പോൾ പഠിച്ചു നോക്കണം, 1861 സ്ഥാപിക്കപ്പെട്ട കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ കേട്ടോ. ഈ ജയിൽ 1969 ജില്ലാ ജയിലായി ഉയർത്തപ്പെട്ടു കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം, 1861 സ്ഥാപിക്കപ്പെട്ട കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ. ഈ ഒരു കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ 1969 ജില്ലാ ജയിലായി ഉയർത്തപ്പെട്ടു. 1969 ഈ ഒരു ഏറ്റവും പഴക്കം ചെന്ന കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ ജില്ലാ ജയിലായിട്ട് ഉയർത്തപ്പെട്ടു. ആ ഡേറ്റ് എന്താണ്? 1969 ആണ്. അടുത്തത്, സംസ്ഥാനത്തെ രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലുമായ കണ്ണൂർ സെൻട്രൽ ജയിൽ 1869 സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ പഠിച്ചു നോക്കണം, സംസ്ഥാനത്തെ രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലുമായിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ 1869 സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് കേരള ജയിൽ വകുപ്പും ഘടനയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അതായത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറും അതുപോലെ തന്നെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറും ഒക്കെ ആവാൻ താല്പര്യമുള്ള നമ്മുടെ കൂട്ടുകാർ മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 days കൂടി ഇരിക്കുമ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോക്ക് നല്ല രീതിയിലൊരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല കമൻറ്റുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ APയുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരൊന്നും മാക്സിമം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. കമൻറ്റൊക്കെ രേഖപ്പെടുത്തിയാലേ അറിയാൻ സാധിക്കൂ ക്ലാസ് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത്. മാക്സിമം
പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും പുതിയ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.